നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ തമാശ പറച്ചിലൊക്കെ നിന്നു. പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തും കസ്റ്റഡിയിലും സ്വതസിദ്ധമായ ശൈലിയിൽ ദിലീപ് തമാശകൾ പറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ജയിൽവാസത്തിന്റെ നാളുകൾ ഓരോന്നും പിന്നിടും തോറും തമാശയും സംസാരവുമെല്ലാം കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. ഷൂട്ടിംഗ് തിരക്കുകൾ കൂടുമ്പോൾ തനിക്കൊരു 10 ദിവസം റെസ്റ്റ് എടുക്കാൻ സാധിക്കണേ എന്നായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ റെസ്റ്റ് എന്നത് ദൈവം അറസ്റ്റ് എന്നാണ് കേട്ടത്. ദിലീപിന്റെ പോലീസ് കസ്റ്റഡിയിലെ തമാശ എന്ന പേരിൽ വ്യാപകമായി പ്രചരിച്ചത് ഇതായിരുന്നു. ജയിലിൽ പ്രവേശിപ്പിച്ച ആദ്യ ദിവസങ്ങളിൽ താൻ നിരപരാധിയാണ് എന്ന് സഹതടവുകാരോട് പറയാറുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ സഹതടവുകാരുമായോ ജയിൽ അധികൃതരുമായോ ദിലീപിന് സൗഹൃദമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഉടൻ പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും ആശ്വാസത്തിലായിരുന്നു ദിലീപ്. എന്നാൽ ജാമ്യ ഹർജിയിൽ വിധി തിങ്കളാഴ്ച ഉണ്ടാകൂ എന്നറിഞ്ഞതോടെ താരം കൂടുതൽ വിഷമത്തിലായി. വെള്ളിയാഴ്ച ബന്ധുക്കൾ ആരും ദിലീപിനെ കാണാൻ എത്തിയിരുന്നില്ല. കൂടുതൽ സമയവും ഉറങ്ങിത്തീർക്കാനായിരുന്നു താരത്തിന്റെ ശ്രമം. തനിക്കെതിരെ വാർത്തകൾ വരുന്ന പത്രവും താരം വായിക്കാതെ ഒഴിവാക്കുന്നു. ഞായറാഴ്ചയാണ് ജയിലിൽ നിന്നും ബന്ധുക്കളെ ഫോണിൽ വിളിക്കുന്നതിനുള്ള അനുമതി. ജയിലിൽ മുൻകൂട്ടി നൽകിയിരിക്കുന്ന 3 നമ്പറുകളിലേക്ക് മാത്രമാണ് വിളിക്കാൻ സാധിക്കുക. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നൽകില്ലെന്നാണ് താൻ കരുതുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഇന്ത്യയുടെ ക്രിമിനൽ ചരിത്രത്തിൽ തന്നെ ഒരു നടിയെ പീഡിപ്പിക്കാൻ വേണ്ടി മറ്റൊരു നടൻ കൊട്ടേഷൻ നൽകുന്നത് ഇതാദ്യമായാണ്. അറസ്റ്റിലായ നടൻ മാപ്പ് അർഹിക്കുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതി മനസ്സിലാക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുന്നു. നടിക്കെതിരെ നടന്ന അക്രമത്തിൽ വ്യക്തിയെ നോക്കാതെ നടപടിയെടുത്തതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തെ യാതൊരു തരത്തിലും വെച്ച് പൊറുപ്പിക്കുന്ന സർക്കാരല്ല കേരളത്തിലേതെന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചുവെന്നും അവർ പറഞ്ഞു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.